ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങളിന്നോടെ ഒരു പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂരം വറുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി വെള്ളത്തിലിടും. അരി വെള്ളത്തിലിട്ട് അത് പൊടിച്ചിട്ട് സാധനമൊക്കെ ചേർത്തിങ്ങാണ്ട് ഉണ്ടാക്കണം. ഞാൻ അരി കഴുകി കുതിർത്തിയൊക്കെ എന്നിട്ടുണ്ടാക്കും. ഇതിന് വേണ്ടി ഒരു 5-6 ഗ്ലാസ് പച്ചരി, പിന്നെ കുറച്ച് മുടരിയും പൊടിച്ച് കൂട്ടണം. അങ്ങനെ നമ്മളെ അരി പൊടിക്കാൻ വേണ്ടിയിട്ട് ജാറിലിട്ടിങ്ങനെ പൊടിക്കട്ടെ. പൊടിച്ചിട്ട് ആദ്യത്തെ അടിച്ച്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ മുടരി ഉണ്ട് കേട്ടോ അടിക്കാൻ. തോനുണ്ട്, കുറച്ചും കൂടി ഉണ്ട്. ഇതിപ്പോൾ ആദ്യത്തായിട്ട് അടിക്കണത് മുടരി, പച്ചരിയപ്പം അടിക്കണത്. അപ്പോൾ നമ്മളെ പച്ചരി ഇവിടെ പൊടിച്ച് പൊടി റെഡിയായി. ഇനി മുടരി പൊടിക്കണം. മുടരി പൊതർന്നില്ല, മുടി പൊതരണം. അപ്പോൾ ആ പൊടി നമ്മളൊരു പാത്രത്തിലേക്ക് ചെരിഞ്ഞ് ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനമാണിത്. എള്ള്, ഏലക്കായ്, നല്ല ജീരകം, കരിഞ്ചീരകം എല്ലാം കൂടെ അതിലിടുക. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഒരു 2 തേങ്ങ എടുത്തിക്കണം. 2 തേങ്ങ വലിയ തേങ്ങ. പിന്നെ അതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പിടണം. പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ കോഴിമുട്ട വേണം, 2 കോഴിമുട്ട, നെയ്യ്, നല്ല നെയ്യ്, അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം കൂട്ടി കുഴച്ചിട്ട് എന്നിട്ട് ഇനി വറക്കുള്ളൂ. നല്ലതാണ് കുട്ടികൾക്കൊക്കെ തിന്നാനും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്ന്. എല്ലാവർക്കും ഉണ്ടാക്കിയാൽ തിന്നാൻ പറ്റിയ സാധനം. ഇപ്പോൾ 2 കോഴിമുട്ട കുറച്ച് പാരുന്നുണ്ട്. കുറച്ച് നല്ല മിൽമൻ്റെ നെയ്യ് ഒഴിക്കുക. മിൽമ ആർക്കയ്യോ 2-ലധികം ഒന്നും. ഇതൊക്കെ ഇത് കുഴക്കാൻ ഇതൊക്കെ വേഗം കഴിയും. വറുക്കാൻ കുറേ നേരം വറുക്കണം, എന്നെങ്കിലത് ശരിയാവുള്ളൂ. നെയ്യ് ഒഴിക്കണം. ഇതാ നെയ്യ് ഒഴിച്ച്
ഇതെല്ലാവരും ഉണ്ടാക്കലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ടോയെന്ന് അറിയില്ല. ഉണ്ടാക്കണവരുണ്ടാവും, ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കും. അധികം ഈ ഭാഗത്തൊക്കെ അധികം ഉണ്ടാക്കുക. ഇപ്പം ഒന്നും ആരും ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കണില്ല. ഗൾഫൊക്കെ ഉണ്ടാകാനൊക്കെ വറക്കും. വലിയ ആൾക്കാരും ഉണ്ടാക്കണവർ തന്നെ ഉണ്ടാകുക. അപ്പോൾ ഇവിടെ ആരുമില്ല, കുട്ടികളാരുമില്ല. അപ്പോൾ ഒറ്റക്ക് തന്നെയാണ്. അപ്പോൾ വീഡിയോ പിടിക്കുന്ന അതാണ്, ഒറ്റക്കാണ്. എവിടൊക്കെ കൊടുക്കണമെന്നൊന്നും അറിയില്ല. പിടിച്ചത് ശരിയാകുന്നുണ്ടോയെന്നും അറിയില്ല. ഇനി വറക്കുമ്പം കാണാം. മറന്നു കഴിക്കും മൂടൽ പൊടിക്കാൻ. പൊടിച്ച് ഇതായി കൂട്ടണം. അത് കൂട്ടണം. വറുത്തിട്ടില്ല, വറുക്കാൻ കുറേ നേരം വറുക്കണം. കുറച്ചേക്ക് വറുക്കേണ്ടി വരും. ഇത് വറുക്കാൻ ഇപ്പോഴത്തെ വറുക്കാം. അങ്ങനെ ആയിട്ടേ ഉള്ളൂ. കുറേ നേരം വറക്കും. ഫോണ് പിടിക്കണേ. അത് വറുത്ത് കഴിഞ്ഞു. ബാക്കി വറുത്ത് മൂടി അങ്ങനെ നമ്മളെ പൊടി വറുക്കൽ കഴിഞ്ഞ് ഇതിൽ പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഈ കട്ട പിടിച്ച് ഒന്ന് പൊടിക്കണം. ഒന്ന് തരിച്ച് പൊടി ഇട്ടിട്ട് ആ കട്ടായതൊന്ന് പൊടിച്ചിട്ട് ഇത് കൂട്ടുക.
പൂരം വറുത്തതൊക്കെ ഇനി പൊടിച്ചാൽ മതി, പൊടിച്ചാൽ ശരിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ തവിട് വട ഒക്കെ റെഡിയായി. ഇപ്പം പാത്രത്തിലൊക്കെ ആക്കിയേക്കാൻ പോവുകയാണ് കേട്ടോ. പൊടിച്ച് പഞ്ചസാരൊക്കെ ഇട്ട്, പഞ്ചസാര അന്നേരം ഇട്ടിക്കണം, ഒക്കെ നല്ലോണം പൊടിച്ചൊക്കെ പാകാക്കി പാത്രത്തിലാക്കുക. കഴിഞ്ഞ് പണി.